നമസ്കാരം, ഭാരത് ലീവിലേക്ക് സ്വാഗതം. പുലിപ്പല്ല് കേസിൽ മൊഴി മാറ്റിയെങ്കിലും റാപ്പർ വേടൻ കുരുക്കിലാവുകയാണ്. പുലിപ്പല്ല് തമിഴ്നാട്ടിൽ നിന്നുള്ള ആരാധകൻ തന്നതാണെന്നാണ് വേടൻ മൊഴി നൽകിയത്. നേരത്തെ തായ്ലൻഡിൽ നിന്ന് വാങ്ങിയെന്നായിരുന്നു മൊഴി. ഫ്ളാറ്റിൽ നിന്ന് വടിവാൾ, കത്തി, ത്രാസ്, ക്രഷർ തുടങ്ങിയവയും പോലീസ് കണ്ടെടുത്തു. വേടൻ എന്നറിയപ്പെടുന്ന റാപ്പർ ഹിരൺദാസിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നുമാണ് 6 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് ലഹരി വസ്തുക്കളുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പോലീസിന്റെ പരിശോധന. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വേടൻ സമ്മതിച്ചതായി പോലീസ് പറയുന്നു. മുഴുവൻ ആളുകളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെയാണ് പുലിപ്പല്ല് ശ്രദ്ധയിൽപ്പെട്ടത്. മലേഷ്യൻ പ്രവാസിയായ രഞ്ജിത്ത് കുമ്പിടിയാണ് തനിക്ക് പുലിപ്പല്ല് നൽകിയെന്നാണ് ഇപ്പോൾ ഇയാൾ നൽകുന്ന മൊഴി. ഇയാളെ കണ്ടെത്താൻ എക്സൈസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വേടനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ സാധ്യതയുമുണ്ട്. പുലിപ്പല്ല് കേസിൽ മൃഗവേട്ടയടക്കമുള്ള വകുപ്പുകളാണ് വേട്ടനെതിരെ ചുമത്തിയിരിക്കുന്നത്. പുലിപ്പല്ല് കൈമാറിയത് മലേഷ്യൻ പൗരത്വമുള്ള തമിഴ് വംശജനായ രഞ്ജിത്ത് കുമ്പിടിയാണെന്ന് വേടൻ മൊഴി നൽകി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വെച്ചാണ് രഞ്ജിത്ത് പുലിപ്പല്ല് വേടന് കൈമാറിയത്. അറിഞ്ഞോ അറിയാതെയോ പുലിപ്പല്ല് അടക്കമുള്ളവ കൈവശം വെക്കുന്നത് കൈമാറ്റം ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നും വനംവകുപ്പും പറയുന്നു. ഹിരൺദാസ് മുരളി എന്നാണ് റാപ്പർ വേടന്റെ യഥാർത്ഥ പേര്. അച്ഛനും അമ്മയും ഇട്ട പേര് മാറ്റിവെച്ചാണ് വേടൻ തന്റെ അപരനാമമായ വേടൻ എന്ന പേര് സ്വീകരിച്ചത്. താൻ സ്വീകരിച്ച വേടൻ എന്ന പേര് അന്വർത്ഥമാക്കും വിധം ഇപ്പോൾ മൃഗവേട്ട കേസിൽ കൂടി കുടുങ്ങുന്നു എന്നതാണ് ഇപ്പോഴുള്ള യാദൃച്ഛികത. നിയമവിരുദ്ധമായി പുലിപ്പല്ല് സൂക്ഷിച്ചതിന് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത റാപ്പർ വേടനെ കോടതിയിൽ ഹാജരാക്കും. ഉച്ചയ്ക്കാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ ഹാജരാക്കുക. ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ വേടനും മ്യൂസിക് ബാങ്കിൽ 8 സഹപ്രവർത്തകർക്കും സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചിരുന്നു. രഹസ്യവിവരത്തെ തുടർന്ന് വൈറ്റിലയിലുള്ള വേടന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസാണ് പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ച മാല കണ്ടെത്തിയത്. സമ്മാനമായി ലഭിച്ചതാണെങ്കിലും നിയമവിരുദ്ധമായി പുലിപ്പല്ല് കൈവശം വെച്ചതിനാണ് വേടർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തിട്ടുള്ളത്. ജാമ്യം ലഭിക്കാത്തതും ജാമ്യം ലഭിക്കുന്നതുമായ വിവിധ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. 1 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണിവ. കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ച വേടനെ കോടനാട് റേഞ്ച് ഓഫീസിലേക്ക് ഇന്നലെ രാത്രി തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. വളരെ ചെറിയ അളവിലുള്ള കഞ്ചാവായതിനാലാണ് കേസിൽ പോലും ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഫ്ളാറ്റിൽ നിന്നും ആയുധങ്ങൾ പിടിച്ചെടുത്ത സംഭവത്തിൽ പോലീസ് കേസെടുക്കില്ല. ഇവ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിയതാണെന്ന് വേടൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആയുധങ്ങൾ വാങ്ങിയതിന്റെ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട്. തുടർന്നാണ് കേസെടുക്കേണ്ടതില്ലെന്ന് പോലീസ് തീരുമാനിച്ചത്. സ്രോതസ് കാണിക്കുന്ന മുറയ്ക്ക് പിടിച്ചെടുത്ത 9.5 ലക്ഷം രൂപയും വിട്ടു നൽകും. അപ്പോഴും പുലിപ്പല്ല് കേസ് കുരുക്കായി മാറും. ഏറെ ഗൗരവ സ്വഭാവമുള്ളതാണ് മൃഗവേട്ട. പുലിപ്പല്ല് കൊടുത്തു എന്ന് പറയുന്ന രഞ്ജിത്ത് കുമ്പിടി ഇക്കാര്യം നിഷേധിച്ചാൽ പോലും വേടന് തലവേദനയാകും. മലേഷ്യൻ പൗരത്വമുള്ള രഞ്ജിത്ത് കുമ്പിടിയെ പിടിക്കാൻ കഴിയുമോ എന്നതാണ് വനംവകുപ്പിന് മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നവും.